ഇറാൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ആണവായുധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടി ഇറാൻ ഒരു 60കൾ മുതൽ ആരംഭിച്ച ഒരു യാത്രയുണ്ട്. ഈ യാത്രയ്ക്കിടെ ഇറാന് അതിഭീകരമായ തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട്. എപ്പോഴൊക്കെ ആണവായുധത്തെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പോഴൊക്കെ അമേരിക്ക, ഇസ്രയേലൊക്കെ വന്ന് അടിച്ച് നിരപ്പാക്കും. അതിനിടയ്ക്ക് ആണവ സ്വപ്നങ്ങളുമായി കരുതി കൂട്ടി വെച്ചതൊക്കെ മോഷണം പോയി ഇറാൻ്റെ. അത് ഇന്ന് കഥയമ്മയിൽ പറയാം. 2018 ജനുവരി 31 ആണ് ഈ രേഖകൾ മുഴുവൻ, അതായത് ബ്ലൂ പ്രിന്റ് എന്നൊക്കെ പറയില്ലേ, ആണവ പദ്ധതിയുടെ എങ്ങനെ ചെയ്യണം, ഓരോ സംവിധാനങ്ങളും എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നൊക്കെയുള്ള രേഖകൾ മുഴുവൻ ആണവ ആർക്കൈവ്സിൽ നുഴഞ്ഞു കയറി ഫിസിക്കലി ആളുകൾ വന്നു തന്നെ, മൊസാദിന്റെ മറ്റേ കമാൻഡോസ് വന്ന് തന്നെ എടുത്തുകൊണ്ടുപോയി. അത് ഇറാനിലെ ഷൊറാബാദ് സീക്രട്ട് വെയർ ഹൗസ് സംഭരണ കേന്ദ്രം, ആ കേന്ദ്രത്തിലാണ് ഇത് സംഭവിച്ചത്. ഇത് തെക്കൻ ഇറാനിലെ കാഹ്രി സാഖ് മേഖലയിലാണ് ഇത്. 1,00,000 രേഖകൾ ഇവര് കൊള്ളയടിച്ചു കൊണ്ടുപോയി മൊസാദിന്റെ കമാൻഡോസ്. പേപ്പർ റെക്കോർഡുകൾ, കടലാസ്, അതല്ലാതെ കമ്പ്യൂട്ടർ ഫയലുകൾ, CD-ROM ഒക്കെ ഉണ്ടെന്ന് ഈ കൊള്ളയ്ക്ക് ഇവര് കള്ളന്മാരെ പോലെ അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോഴാണ് CD-ROMിലും ഒക്കെ ചിത്രങ്ങളും ഒക്കെ അവൈലബിൾ ആണ് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇറാൻ്റെ അമാദ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന കടലാസുകളാണ് ഇത്. 1999 മുതൽ 2003 വരെ ഉണ്ടാക്കി വെച്ചിരുന്ന രേഖകളാണ്. 2015 ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ആൻഡ് ആക്ഷൻ എന്ന് പറഞ്ഞ് JCPOA എന്ന് പറഞ്ഞ് ഒബാമയുടെ കാലത്ത് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് രാജ്യാന്തര ആണവ ഏജൻസിക്ക് ഇറാനിൽ പോയി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാനുള്ള പരിപാടിയാണ് 2015 ഒബാമയുടെ കാലത്ത് ഉണ്ടായിരുന്നത്. 2016 ഫെബ്രുവരിയിൽ ഇറാൻ ഒരുപാട് രേഖകൾ 32 സേഫുകളിലേക്ക് മാറ്റി. ഈ പരിശോധനയ്ക്ക് വരുമ്പോൾ കാണിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി 32 സേഫിലേക്ക് രേഖകൾ മാറ്റി. അതാണ് ഈ ഷൊറാബാദ് വെയർ ഹൗസിൽ ഉണ്ടായിരുന്നത്. ഈ രേഖകൾ അത് കൃത്യമായിട്ട് മൊസാദ് മനസ്സിലാക്കി. വ്യവസായ ജില്ലയാണ് ഇത് ഇറാനിലെ ഈ ഷൊറാബാദ് എന്ന് പറയുന്നത്. ടെഹ്റാനിൽ നിന്ന് 23 കിലോമീറ്റർ അവിടെ വ്യവസായ വെയർ ഹൗസുകളുടെ നിര തന്നെയുണ്ട്. അപ്പോൾ വലിയ സെക്യൂരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണെന്നറിയോ, ഈ വലിയ സെക്യൂരിറ്റിയും കാവലും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അവിടെ എന്തോ കുഴപ്പമുണ്ടല്ലോ. 24 മണിക്കൂറും ചെക്കിങ് നടക്കും. അപ്പം അങ്ങനെയൊന്നും സെക്യൂരിറ്റി ഇല്ലാതെ കുറേ നേരമൊക്കെ നോക്കി നിരീക്ഷിച്ച് ആളുകളെ ഒന്നും പുറത്ത് കാണിക്കാതെ ഉള്ള ഒരു സൂക്ഷിപ്പായിരുന്നു ഈ പരിപാടി. അപ്പം മൊസാദിൻ്റെ ഡയറക്ടർ യോസി കോഹനും പ്രധാനമന്ത്രി നെതന്യാഹുവും കൂടി ഈ അമേരിക്കയ്ക്ക്, ഈ നെതന്യാഹുവിൻ്റെ ആദ്യത്തെ ടൈമില് അതായത് അമേരിക്കയെ കൊണ്ട് അമേരിക്ക ആണവ കരാറിൽ ഇറാനുമായിട്ട് കരാറുണ്ടല്ലോ, ആ കരാറിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങണം എന്ന് ഇസ്രായേലിന് ആഗ്രഹം. എന്നാലേ ഇതൊക്കെ തകർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അമേരിക്കക്ക് തെളിവ് കൊടുക്കണം. തെളിവിന് എന്ത് ചെയ്യും എന്നുള്ള ഡോക്യുമെന്റ് വേണം. അങ്ങനെയാണ് ഈ യോസി കോഹനും മറ്റേ മൊസാദിൻ്റെ ചീഫ് നെതന്യാഹുവും കൂടി ചർച്ച ചെയ്തപ്പോൾ തീരുമാനിച്ചത് നമുക്ക് രേഖകൾ വേണം, അത് നമ്മൾ എടുക്കണം എന്ന്. അപ്പോൾ 2017 ആദ്യം മൊസാദ് പദ്ധതി ആസൂത്രണം ചെയ്തു. ഊർജമന്ത്രി റേസ അർദാഖാനിയൻ, പിന്നെ ആണവ പദ്ധതിയുടെ മേധാവി മൊഹ്സിൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇറാനിലെ ആണവ പദ്ധതിയുടെ ചീഫ് മൊഹ്സിൻ ഫക്രിസാദ, ഈ ഫക്രിസാദെ ആണ് രേഖകൾ ഒളിപ്പിച്ചു എന്ന് കണ്ടെത്തി. അതായത് ഇസ്രയേൽ കണ്ടെത്തി. ഇയാളെ പിന്നീട് കൊന്നല്ല, നമ്മൾ ഈ ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുന്ന കൂട്ടത്തിൽ ഇയാളായിരുന്നു കൊല്ലപ്പെട്ട പ്രധാനി. നവംബറിൽ കൊന്നു കളഞ്ഞു ഇയാളെ. മൊഹ്സിൻ ഫക്രിസാദ് ഈ രേഖകളൊക്കെ 32 സേഫിൽ ഒളിപ്പിച്ചതായിട്ട് ഇസ്രയേൽ മൊസാദ് മനസ്സിലാക്കി. എന്നിട്ട് മൊസാദ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ, ചാരവനിത മൊസാദിൻ്റെ,
അപ്പോൾ ഇറാനിലേക്ക് പോകുമ്പോൾ എല്ലാം മൂടിയിട്ടൊക്കെ വേണമല്ലോ പോകണം. ഇവർക്ക് ഇറാനിൽ സംസാരിക്കുന്ന ഫാർസി ഭാഷയും അറിയാം. ഈ ചാരപ്രവർത്തകയ്ക്ക് ഇവരുടെ മൊസാദിൻ്റെ അവരെ അയച്ചു അങ്ങോട്ട്. അവർ ഒരു പുരുഷ ഗാർഡിയനും ഉണ്ടായിരുന്നു. സ്ത്രീകൾ അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇറാനിൽ നടക്കാൻ പാടില്ല, ശരിയത്തല്ലേ. അപ്പോൾ പുരുഷ ഗാർഡിയൻ്റെ കൂടെ അവർ അലഞ്ഞു തിരിയാൻ പറഞ്ഞു ഇത് കണ്ടെത്താൻ വേണ്ടി, ഈ സേഫൊക്കെ ഇരിക്കുന്നത് എവിടെയാണ്. അങ്ങനെ ഇസ്ലാമിക വേഷത്തിൽ അവർ ആ ഭാഗത്തൊക്കെ നടന്നു. സെക്യൂരിറ്റി ഈ ഭാഗത്തൊക്കെ ഏതൊക്കെ സമയത്താണ് എന്നൊക്കെ കണ്ടെത്തി. ശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ 24 മണിക്കൂർ അവിടെ കാവലില്ല എന്നുള്ളത് മനസ്സിലായി. അതൊരു നല്ല കാര്യമാണല്ലോ. അപ്പോൾ രാവിലത്തെ ഈ സെക്യൂരിറ്റി ഷിഫ്റ്റിന് മുമ്പ് 7 മണിക്കൂർ ഇത് കൊള്ളയടിക്കാനായിട്ട് കിട്ടും എന്ന് മനസ്സിലായി. കൃത്യമായി ഒരു ഗ്യാപ്പുണ്ട് 7 മണിക്കൂർ. അങ്ങനെ ഇവർ ഈ മൊത്തം സൈറ്റിൻ്റെ ഒരു റെപ്ലിക്ക ഉണ്ടാക്കി മൊസാദ്. ശരിക്കും മനുഷ്യർക്ക് കയറാവുന്ന വിധത്തിൽ ഈ സേഫ് ഇരിക്കുന്നു, അവിടെ പോയി നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നു. ചെറിയ മൈക്രോ സാധനമൊന്നുമല്ല, അതേപോലെ ആക്ച്വൽ ആ കെട്ടിടം പോലെ ഉണ്ടാക്കി അതിനകത്തുള്ള സാധനങ്ങളൊക്കെ അതേപോലെ വെച്ചു. എന്നിട്ട് എങ്ങനെ കയറും എന്ന് നോക്കി ഡമ്മി പരീക്ഷണം നടത്തുന്ന പോലെ പറഞ്ഞ പോലെ ഈ സേഫുകൾ ഉൾപ്പെടെ ആണ് അത് ഉണ്ടാക്കിയത്. എന്നിട്ട് ഈ വെറുതെ ഒരു ചിത്രം മാത്രം പോരാ സേഫിൽ, അതായത് അവിടെ ചെന്നിട്ട് ഈ പേപ്പർ രേഖകളൊക്കെ ഉണ്ടല്ലോ, ഇത് നമുക്ക് കോപ്പി എടുക്കാമല്ലോ, അത് പോരാ, ഒറിജിനൽ വേണം അമേരിക്കയെ കാണിക്കാനെന്ന് തീരുമാനിച്ചു സേഫിൽ നിന്ന്. അപ്പോൾ ഒരു മാത്രമല്ല, എന്തെങ്കിലും കടലാസ് കാണിച്ചാൽ ഇറാൻ പിന്നെ പറയുമോ ഇതൊക്കെ വ്യാജമാണ്, ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒറിജിനൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓർക്കുന്നില്ല നെതന്യാഹു ഇത് ഉയർത്തി കാണിച്ചത്. അപ്പോൾ ഒറിജിനൽ ഇത് ഫേക്ക് ആണെന്ന് ഇറാൻ പറയാനും പാടില്ല. 24 പേരുടെ കമാൻഡോ സംഘമാണ് 2018 ജനുവരി 31 പോയത്. അതായത് ജനുവരി 31 ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ ഇറാനിൽ പോയാണ് ചെയ്തത്. ഇപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ ജനുവരി 31 രാത്രി ടോർച്ചുകളും ഒക്കെ ആയിട്ടാണ് പോയത്. 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള രാജ്യത്ത് ഡസൻ കണക്കിന് സേഫുകൾ അതിൻ്റെ അകത്ത് കണ്ടു. പാതിര കഴിഞ്ഞ് 1 മിനിറ്റ് ആയപ്പോൾ ഓപ്പറേഷൻ തുടങ്ങി. 12:01. ജാമർ അലാം സിസ്റ്റം, അതായത് അവിടുത്തെ അലാം ഉണ്ടല്ലോ, അത് പോകുമ്പോൾ നിലവിളിക്കുമല്ലോ, അത് ജാം ചെയ്തു. പിന്നെ ഇരുമ്പ് വാതിലുകൾ അതൊക്കെ പൊളിച്ചു. 32 സേഫുകളിൽ പ്രധാനമായിട്ടും 6 സേഫുകളാണെന്ന് അറിയാമായിരുന്നു. ആ ബ്ലൂ പ്രിന്റ് വേണം, അത് ആ സേഫുകളിലാണെന്ന് അറിയാമായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് CD റോമുകളും കിട്ടി. 6.5 മണിക്കൂർ അവിടെ ചെലവിട്ടു. 50,000 കടലാസ് രേഖകൾ, 55,000 പേജുകൾ, പിന്നെ 183 CD റോമുകൾ. ഇത് 7 അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി രാവിലെ 7 മണിയായപ്പോൾ അവിടെ സെക്യൂരിറ്റി എത്തി. അതിന് മുമ്പേ ഇവർ പുറത്ത് കിടന്നു. അപ്പോൾ എന്നിട്ട് രേഖകൾ കുറേ കോപ്പി എടുത്തിട്ട് അപ്പം തന്നെ ടെല്ലവീവിലേക്ക് അയക്കുന്നുണ്ടായിരുന്നു. ഈ ഒറിജിനൽ അല്ലാതെ കോപ്പി എടുത്തും ഈ സാധനം ഇത് ഞങ്ങളുടെ കയ്യിൽ റെഡിയായി വരുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ പിന്നീട് മൊസാദിൻ്റെ ചീഫ് യോസി കോഹൻ വെളിപ്പെടുത്തിയത് ഈ രേഖകൾ ലോറികളിൽ അസർബൈജാനിലേക്ക് കൊണ്ടുപോയി എന്നാണ്. ചോദിക്കാൻ വരികയാണ്, ഇത്രയും ഡോക്യുമെന്റുകൾ എങ്ങനെ കൊണ്ടുപോകും? ലോറി വേണ്ടി 24 പേർക്ക് ചുമക്കാൻ പറ്റില്ല. അതെ, ഇവരുടെ ബുദ്ധി എങ്ങനെയാണെന്ന്. പിന്നത്തെ വാചകമാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഈ കഥയുടെ അവസാനം ഒരു ലോറി മാത്രമായി പോയി കഴിഞ്ഞാൽ സംശയിക്കാം. മൊസാദ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഘട്ടത്തിൽ ഈ ഡമ്മി ട്രക്കുകൾ, വ്യാജ ട്രക്കുകൾ, വ്യാജം എന്ന് പറയണ്ട, യഥാർത്ഥ ട്രക്കുകൾ പല ഭാഗത്തേക്ക് ഈ ഭാഗത്തുനിന്ന് സഞ്ചരിപ്പിച്ചു. ഏതാണെന്ന് കൺഫ്യൂഷൻ വരാൻ ഒറിജിനൽ ഏതാണ്? ഒരെണ്ണാണെങ്കിൽ കൃത്യമായിട്ട് അറിയാമല്ലോ, CCTVയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ, ഇത് പോയി അതങ്ങോട്ടാണ് പോയതെന്ന്. അപ്പോൾ പല ട്രക്കുകൾ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു. കുറേ ട്രക്കുകൾ, എത്രയാന്ന് പറഞ്ഞിട്ടില്ല, പല ട്രക്കുകൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി യാത്ര ചെയ്തു. ഇത് 1/2 ടൺ ഉണ്ടായിരുന്നു ഈ രേഖകൾ. അല്ല, ഇത് നമ്മൾ വീണ്ടും ഇതിൻ്റെ ഒരു
ഈ എന്താ സാഹസികത മനസ്സിലാവുന്നത് ഇസ്രയേലിൽ നിന്ന് 2000 കിലോമീറ്റർ അകലെയുള്ള രാജ്യത്താണ് 24 കമാൻഡോകൾ കയറിയിട്ട് രേഖകൾ എടുക്കുന്നത്. എന്നിട്ട് ലോറികളിൽ, വിദേശ രാജ്യത്ത് ലോറികളിൽ കയറ്റി പല സ്ഥലത്തേക്ക് ഓടിക്കുന്നു. എന്നിട്ട് ആ ട്രക്ക് ഓടിച്ച് തന്നെ അതിർത്തി കടന്ന് അസർബൈജാനിലേക്ക് പോകുന്നു. അസർബൈജാനാകുമ്പോൾ ഇസ്ലാമിക രാജ്യമാണല്ലോ. അതെ, എന്തൊക്കെ അങ്ങനെ വന്ന അല്ല, അങ്ങനെ തന്നെ ഇതൊക്കെ അതിർത്തിയൊക്കെ ഭേദിച്ച് മറ്റൊരു രാജ്യത്തിൽ ഇത്രയും സന്നാഹങ്ങൾ ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം സൂക്ഷ്മമായിട്ട് ചെയ്യണോ അല്ലേ? ഒരു പാളിച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ തീർന്നില്ലേ? അലാറം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കി ചെയ്യണമല്ലോ. മുമ്പൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഇസ്രയേലിന്റെ മൊസാദിന്റെ ഓപ്പറേഷൻസ് കുറെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിപ്പോ ദുബായിലൊക്കെ പോയി ആളുകളെ വിഷം കുത്തിവെച്ച് കൊല്ലുന്നതും അങ്ങനത്തെ ഒക്കെയാ. ഇത് രേഖകൾ സേഫുകളിൽ നിന്ന് എടുക്കുന്നതാണ്. വളരെ ഡിഫറൻ്റ് ആയ ഒരു. അതെ അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.